മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു നിയോഗിച്ച രണ്ട് പ്രവാചകന്മാർ, പിതാവും പുത്രനും സകരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം. ജനങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ ധിക്കാരികൾ വെല്ലുവിളിച്ചു. സകരിയ നബി പോറ്റിവളർത്തിയ മറിയം ബീവി ഗർഭം ധരിച്ചു. പിതാവില്ലാതെ സ്ത്രീയിൽ നിന്ന് മാത്രം കുട്ടിയെ ജനിപ്പിക്കാൻ അല്ലാഹുവിന് കഴിയും. ഇത് ബോധ്യപ്പെടുത്തിയത് മറിയം ബീവിയിലൂടെ. ഈസാ അലൈഹിസ്സലാമിന്റെ ജനനത്തോടെ ശത്രുക്കൾ അഴിഞ്ഞാടാൻ തുടങ്ങി. സകരിയ നബി, യഹ്യാ നബി, ഈസാ നബി, മൂന്ന് പ്രവാചകന്മാരുടെ കടുത്ത ത്യാഗത്തിനും അത്ഭുതകരമായ ക്ഷമയ്ക്കും ഒരു കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. യഹ്യാ നബി മസ്ജിദിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തുതന്നെ പിതാവ് സകരിയ നബി നിസ്കരിക്കുന്നു. ധിക്കാരികൾ മൂർച്ചകൂട്ടിയ ആയുധങ്ങളുമായി മസ്ജിദിലേക്ക് ഇരച്ചുകയറി വന്നു. പുണ്യപ്രവാചകൻ യഹ്യാ നബിയെ വധിച്ച് ശിരസ്സറുത്തുകൊണ്ടുപോയി. സകരിയ നബി നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം തിരിഞ്ഞുനോക്കി. വാർദ്ധക്യകാലത്ത് തനിക്ക് ലഭിച്ച പുത്രന്റെ വികൃതമാക്കപ്പെട്ട ശരീരം, കാലഘട്ടത്തെ കോരിത്തരിപ്പിച്ച ക്ഷമയുടെ ചരിത്രം. രണ്ട് പുത്രിമാർ ഇസ്രായേലികൾക്കിടയിലെ ഒരു പൗരപ്രമുഖനാണ് ഫാക്കൂദ്. ഒട്ടകങ്ങളും ആട്ടിൻകുട്ടങ്ങളുമൊക്കെയുള്ള നല്ലൊരു തറവാട്ടുകാരൻ. അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കൾ ചരിത്രത്തിൽ ഇടം നേടിയവരാണ്. അവരിലൂടെ ഫാക്കൂദ് സ്മരണീയനായിത്തീർന്നു. ഒരു പുത്രിയുടെ പേര് ഇഷാ. ഇഷാ സുന്ദരിയും ബുദ്ധിമതിയുമാണ്. കുടുംബത്തിന്റെ ഓമനയായി വളർന്നുവന്നു. ഭാവനാസമ്പന്നമായ മനസ്സ്, കവിതയുതിരുന്ന സംസാരശൈലി. ഇഷാഅനെ ജീവിത പങ്കാളിയായി ലഭിക്കുന്ന ആൾ മഹാഭാഗ്യവാൻ ആതായിരുന്നു എല്ലാവരുടെയും ചിന്ത. ഇഷാ വളർന്നു. വിവാഹാലോചനകൾ വന്നു. അവരിൽ ഒരു ചെറുപ്പക്കാരൻ ശ്രദ്ധേയനായിരുന്നു. പേര് സകരിയ ബിൻ സുലൈമാൻ. ബുദ്ധിമാൻ, പരിശുദ്ധമായ വംശപരമ്പരയിൽ പിറന്ന മഹാൻ, ഉന്നതമായ തറവാട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിവാഹാലോചന. ഇഷാഇന് സകരിയയെ ഇഷ്ടപ്പെട്ടു. സകരിയാക്ക് ഇഷാഇനെയും. വിവാഹമുറപ്പിച്ചു. തീയതി നിശ്ചയിച്ചു. ഗോത്രക്കാരുടെ അന്തസ്സിനൊത്ത വിവാഹം. ബന്ധുക്കളും നാട്ടുകാരും വന്നുകൂടി. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പലതരം പാനീയങ്ങൾ തയ്യാറാക്കി. അതിഥികൾ വന്നു തുടങ്ങി. പന്തൽ നിറഞ്ഞു. കാരണവന്മാർ ഉറക്കെ സംസാരിക്കുന്നു. ആളുകൾ ചുറ്റും കൂടി കേട്ടനുസരിക്കുന്നു. പുതിയ മാപ്പിളയും കൂട്ടുകാരും വരുന്നു. പന്തലിൽ ആവേശം അലയടിച്ചുയരുന്നു. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്നെഴുന്നേറ്റു. പുതിയ മാപ്പിളക്ക് സ്വാഗതം. അകമ്പടിക്കാർക്ക് സ്വാഗതം. പുതിയ മാപ്പിളയെ കാണാൻ തിക്കും തിരക്കും. എല്ലാ കണ്ണുകളും തിളങ്ങി. എല്ലാ മുഖങ്ങളും വികസിച്ചു. എവിടെയും ആവേശം, ആഹ്ലാദം. അന്നത്തെ രീതിയനുസരിച്ചുള്ള നിക്കാഹ് നടന്നു. ഒരു പണ്ഡിതൻ അതിന് നേതൃത്വം നൽകി. സാക്ഷികളായി പ്രമുഖന്മാർ ചുറ്റുമിരുന്നു. നാട്ടുപ്രമാണിമാർ എല്ലാറ്റിനും നേതൃത്വം വഹിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. ഇഷാ സകരിയായുടെ സഹധർമ്മിണിയായി. നവദമ്പതികളെ ആശീർവദിച്ച് അതിഥികൾ പിരിഞ്ഞുപോയി. സന്തോഷവും സമാധാനവും നിറഞ്ഞ ദാമ്പത്യജീവിതം. കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കെല്ലാം അവരുടെ സാന്നിധ്യമുണ്ടാവും. സകരിയ അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ഇസ്രായേല്യരെ യഹൂദന്മാർ എന്ന് വിളിക്കുന്നു. ഇസ്ലാമിലേക്കുള്ള പ്രവാചകന്റെ ഈ ക്ഷണം യഹൂദന്മാർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടുതന്നെ അക്കാലത്ത് സത്യവിശ്വാസം സ്വീകരിച്ചവർ വളരെ കുറവായിരുന്നു. യഹൂദന്മാർ പ്രവാചകനെ ശക്തമായി എതിർത്തുപോന്നു. എന്നാൽ ഈ കടുത്ത എതിർപ്പുകളെല്ലാം സഹിച്ചുകൊണ്ട് പ്രവാചകൻ തന്റെ ദൗത്യവുമായി മുന്നോട്ടുപോയി. കാലക്രമേണ വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അതോടൊപ്പം തന്നെ എതിർപ്പിന്റെ ശക്തിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണിതുയർത്തപ്പെട്ട പുണ്യഭവനമാണ് ബൈത്തുൽ മുഖദ്ദസ്. സകരിയാ നബിയെ മിക്കപ്പോഴും ബൈത്തുൽ മുഖദ്ദസിൽ തന്നെ കാണാമായിരുന്നു. അദ്ദേഹം എപ്പോഴും അവിടെ ആരാധനകളിൽ മുഴുകിയിരുന്നു. വേദപാരായണവും പ്രാർത്ഥനകളുമെല്ലാം അവിടെ മുറപോലെ നടന്നുപോന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം പള്ളിയിലെത്തും. പ്രാർത്ഥന കഴിഞ്ഞയുടൻ തന്റെ അനുയായികൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകും. പകൽ സമയങ്ങളിൽ പ്രവാചകനും അനുയായികളും പലതരം ജോലികളിൽ ഏർപ്പെടാറുണ്ടായിരുന്നു. എങ്കിലും ജോലി കഴിഞ്ഞ് ഒഴിവുകിട്ടുന്ന സമയങ്ങളിലെല്ലാം അവർ പള്ളിയിൽ തന്നെ ഒത്തുകൂടും. രാത്രിയിലെ പ്രാർത്ഥനയും കഴിഞ്ഞാണ് പ്രവാചകൻ വീട്ടിലേക്ക് മടങ്ങുക. ആ സമയത്ത് ഭാര്യ അത്താഴവുമുണ്ടാക്കി അദ്ദേഹത്തെയും കാത്തിരിക്കുന്നുണ്ടാവും. തുടർന്നവർ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കും. പകൽ സമയത്ത് വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെ നർമ്മസംഭാഷണങ്ങൾക്കൊടുവിൽ അവർ ശാന്തമായി ഉറങ്ങാൻ പോകും. പ്രവാചകന്റെ ഭാര്യയായ ഇഷാ ആരാധനകളിൽ വളരെ സജീവമായിരുന്നു. താനൊരു പ്രവാചകന്റെ സഹധർമ്മിണിയാണെന്ന ബോധ്യം എപ്പോഴും അവർക്കുണ്ടായിരുന്നു. മറ്റ് സ്ത്രീകളെപ്പോലെയല്ല താനെന്നും ജീവിതവിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും അവർ വിശ്വസിച്ചു. അല്ലാഹുവിന്റെ പൊരുത്തവും ഭർത്താവിന്റെ സംതൃപ്തിയും നേടുക എന്നതായിരുന്നു അവരുടെ ഏക ലക്ഷ്യം. പ്രവാചകന് സേവനം ചെയ്യുക എന്നതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം അവർക്ക് വേറെയില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ഇഷാ തികച്ചും സൗഭാഗ്യവതിയും സംതൃപ്തയുമായിരുന്നു. ഫാക്കൂദിന്റെ മറ്റൊരു മകളായിരുന്നു ഹന്ന. സുന്ദരിയും സൽഗുണസമ്പന്നയും ഒപ്പം ബുദ്ധിമതിയുമായിരുന്നു അവൾ.
പ്രായപൂർത്തിയായതോടെ ഹന്നയ്ക്ക് പല പ്രമുഖ കുടുംബങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. ഒടുവിൽ എല്ലാ യോഗ്യതകളുമുള്ള ഇമ്രാൻ എന്ന ഒരു ചെറുപ്പക്കാരനെ അവർ തിരഞ്ഞെടുത്തു. ഗോത്രക്കാർക്കെല്ലാം ഇമ്രാനെ വലിയ ഇഷ്ടമായിരുന്നു. സൽസ്വഭാവിയും ആരോഗ്യവാനും കഠിനാധ്വാനിയുമായ ഇമ്രാൻ ഹന്നയെ നന്നായി സംരക്ഷിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയും നിക്കാഹിന് തീയതി നിശ്ചയിച്ച് വേണ്ടപ്പെട്ടവരെയെല്ലാം ക്ഷണിക്കുകയും ചെയ്തു. വിവാഹസുദിനം എത്തിയതോടെ ആ കുടുംബത്തിൽ ആഹ്ലാദം അലയടിച്ചുയർന്നു. വിവാഹച്ചടങ്ങുകൾ ഓരോന്നായി ഭംഗിയായി നടന്നു. ഹന്ന ഇമ്രാന്റെ ജീവിതപങ്കാളിയായി മാറി. സൽക്കാരങ്ങളുടെ തിരക്കുപിടിച്ച ദിവസങ്ങൾക്ക് ശേഷം അവർ ശാന്തമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു. ഫാക്കൂദിന്റെ വീട്ടിൽ ഇടയ്ക്കിടെ സൽക്കാരങ്ങൾ ഒരുക്കുമായിരുന്നു. അപ്പോഴെല്ലാം സകരിയ നബിയും ഇഷാവും ഒപ്പം ഇമ്രാനും ഹന്നയും അവിടെ വന്നുചേരും. പുത്രിമാരും അവരുടെ ഭർത്താക്കന്മാരും ഒരുമിച്ചുകൂടിയാൽ പിന്നെ ആ വീട്ടിൽ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുകയായി. നർമ്മസംഭാഷണങ്ങളും സ്വാദുള്ള വിഭവങ്ങളുമായി സന്തോഷത്തോടെ സമയം ചിലവഴിച്ച് അവർ അവിടെ അന്തിയുറങ്ങും. അവർക്കിടയിലൂടെ കാലം അങ്ങനെ കടന്നുപോയി. ഫാക്കൂദും ഭാര്യയും തങ്ങളുടെ പുത്രിമാരിൽ നിന്ന് ഒരു സന്തോഷവാർത്ത കേൾക്കാൻ ഏറെ കൊതിയോടെ കാത്തിരുന്നു. ഇഷാ ഗർഭിണിയായി എന്നറിയാൻ, അല്ലെങ്കിൽ ഹന്ന ഗർഭിണിയായി എന്ന വാർത്ത കേൾക്കാൻ. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പുത്രിമാരിൽ നിന്ന് ആ ഒരു സന്തോഷവാർത്ത കേൾക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. ഒടുവിൽ ആ കാത്തിരിപ്പുകൾക്കിടയിൽ ഇമ്രാൻ ഈ ലോകത്തോടും കണ്ണടച്ചു. എത്രയോ പ്രവാചകന്മാരുടെ പാദമുദ്രകൾ പതിഞ്ഞ അനുഗ്രഹീതമായ ഭൂമിയാണ് ഫലസ്തീൻ. ചരിത്രസ്മരണകൾ അയവിറക്കുന്ന മണൽത്തരികളും ഒട്ടനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കുന്നുകളും നിറഞ്ഞ പുണ്യഭൂമി. കുന്നുകളുടെ ചരിവുകളിൽ മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾ, മരങ്ങളുടെ ചാഞ്ഞുകിടക്കുന്ന കൊമ്പുകളിലെ ഇലകൾ തിന്നാൻ ആർത്തിയോടെ നാവു നീട്ടുന്ന ഒട്ടകക്കൂട്ടങ്ങൾ. അകലെ ഒരു കൊച്ചു വീട് കാണാം. ഈന്തപ്പന മടലുകൾ കൊണ്ട് മേൽക്കൂര മേഞ്ഞ ഒരു കൊച്ചു വീട്. വീട് ചെറുതെങ്കിലും നല്ല വെടിപ്പും വൃത്തിയുമുണ്ട്. വീട്ടിനകവും പുറവും നന്നായി തൂത്തുവാരി വൃത്തിയാക്കിയിട്ടുണ്ട്. ആ വീട്ടുകാരന്റെ പേര് പറയാം: ഇമ്രാൻ. നാട്ടുകാർക്കിടയിലെ പ്രമുഖൻ, എല്ലാവരും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പുണ്യപുരുഷൻ, ബൈത്തുൽ മുഖദ്ദസിലെ സേവകൻ. ഇമ്രാന്റെ വീട്ടിൽ ധാരാളം സന്ദർശകർ വരും. പലരും ഉപദേശം തേടിയാണെത്തുക. ഇമ്രാന്റെ വാക്കുകൾ അവർ ശ്രദ്ധയോടെ കേൾക്കും. അവർക്കാശ്വാസം ലഭിക്കും. ഇമ്രാൻ അവർക്കുവേണ്ടി പ്രാർത്ഥിക്കും. ഹന്നത്ത് സൽഗുണസമ്പന്നയായ സ്ത്രീ, ഇമ്രാന്റെ സ്നേഹസമ്പന്നയായ ഭാര്യ. അവരുടെ വിവാഹം നടന്നിട്ട് കാലമേറെയായി. സ്നേഹവും വിശ്വാസവും സഹകരണവും പങ്കിട്ടുകൊണ്ടവർ പതിറ്റാണ്ടുകളായി ദാമ്പത്യജീവിതം നയിക്കുന്നു. ഐശ്വര്യം നിറഞ്ഞ ജീവിതം. സന്തോഷത്തിനും സമാധാനത്തിനും കുറവില്ല. ഒരു ദുഃഖം അവരെ പിന്തുടരുന്നു: മക്കളില്ല. ഹന്നയ്ക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സൗഭാഗ്യം ഇതുവരെ സിദ്ധിച്ചിട്ടില്ല. ബൈത്തുൽ മുഖദ്ദസിൽ ധാരാളം ശുശ്രൂഷകന്മാരുണ്ട്. പള്ളിപരിപാലനമാണവരുടെ ലക്ഷ്യം. പള്ളിപരിപാലനത്തിനുവേണ്ടി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നേർച്ചയാക്കുന്ന പതിവുണ്ട്. ആൺകുഞ്ഞുങ്ങളെയാണ് പള്ളിയിലേക്ക് നേർച്ചയാക്കുക. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയി ഏൽപ്പിക്കും. ശുശ്രൂഷകന്മാർ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തും. കുട്ടികൾ വളർന്നുവരുമ്പോൾ പള്ളിപരിപാലനത്തിൽ പങ്കുചേരും. കുട്ടികളുടെ മാതാപിതാക്കൾ ഇത് വലിയ അനുഗ്രഹമായിട്ടാണ് കരുതുക. കുട്ടികളെ ഹന്നയ്ക്ക് വളരെ ഇഷ്ടമാണ്. വീട്ടിൽ വരുന്ന സ്ത്രീകളുടെ കയ്യിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും. ഹന്ന ആവേശത്തോടെ അവരെ സ്വീകരിക്കും. കുഞ്ഞുങ്ങളെ എടുത്ത് ഓമനിക്കും. ഇളം കവിളുകളിൽ മുത്തം കൊടുക്കും. അവരുടെ കൊഞ്ചിക്കുഴയിൽ കണ്ടസ്വദിക്കും. ഇമ്രാൻ അതെല്ലാം കാണാറുണ്ട്. തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ലല്ലോ എന്നോർത്തു ദുഃഖിക്കാറുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കില്ലേ? ഹന്ന ഇടയ്ക്കിടെ ബൈത്തുൽ മുഖദ്ദസിൽ പോവും. അവിടെ ചെന്നാൽ പള്ളിപരിപാലനം നടത്തുന്ന കുട്ടികളെ കാണാം. അവരെ കാണുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. തനിക്കും ഇതുപോലൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. മനസ്സ് വല്ലാതെ ആശിച്ചു പോവുന്നു. മാതാവാകുക, ഉമ്മയെന്ന വിളി കേൾക്കുക. അതില്ലെങ്കിൽ പിന്നെന്ത് പെൺജീവിതം. ഒരു ദിവസം ഹന്ന യാത്ര പോയി. വെയിലിൽ ചൂടുപിടിച്ചു. ക്ഷീണം തോന്നി. വഴിയിൽ കണ്ട മരത്തിനു ചുവട്ടിൽ വിശ്രമിച്ചു. മരച്ചില്ലകളിൽ കിളികളുടെ ശബ്ദം കേട്ടു. ഹന്ന ശിരസ്സുയർത്തി നോക്കി. കൗതുകം നിറഞ്ഞ കാഴ്ച കണ്ടു. ഒരു കിളിക്കൂട്. കൂട്ടിലേതാനും പക്ഷിക്കുഞ്ഞുങ്ങൾ. തള്ളപ്പക്ഷി അവയ്ക്ക് തീറ്റ കൊടുക്കുന്നു. കുഞ്ഞുങ്ങൾക്കെന്തൊരു സന്തോഷം. തള്ളപ്പക്ഷിയും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം. അതാണ് ആ പക്ഷികൾക്ക് വിധിച്ചിട്ടുള്ളത്. തനിക്കോ? പിന്നെയും ബൈത്തുൽ മുഖദ്ദസിൽ പോയി. കുട്ടികളെ കണ്ടു മനം കുളിർത്തുപോയി. അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനം. ആ ഭവനത്തിൽ ചെന്നു നിന്നപ്പോൾ മനസ്സ് പതറി. നാവ് ഇങ്ങനെ മൊഴിഞ്ഞു: അല്ലാഹുവേ, നീ എനിക്കൊരു പുത്രനെ നൽകിയാൽ ഞാൻ അവനെ നിന്റെ വിശുദ്ധ ഭവനത്തിന്റെ പരിപാലനത്തിനുവേണ്ടി വിട്ടുതരാം. അല്ലാഹുവിന്റെ വിശുദ്ധ ഭവനം. ആ ഭവനത്തിൽ ചെന്നു നിന്നപ്പോൾ മനസ്സ് പതറി. നാവിങ്ങനെ മൊഴിഞ്ഞു: അല്ലാഹുവേ,
നീ എനിക്കൊരു പുത്രനെ നൽകിയാൽ ഞാൻ അവനെ നിന്റെ വിശുദ്ധ ഭവനത്തിന്റെ പരിപാലനത്തിനു വേണ്ടി വിട്ടുതരാം. ഹന്നത്തിന്റെ നേർച്ച. ഒരു ദിവസം ഇമ്രാൻ വീട്ടിൽ വന്നുകയറി. ഭാര്യയുടെ മുഖം കണ്ടു. ദുഃഖം തളം കെട്ടിയ ഭവനം. എന്തുപറ്റി നിനക്ക്? എന്താണിത്ര ദുഃഖം? കണ്ണു നിറഞ്ഞൊഴുകി. പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചു. മരച്ചില്ലയിലെ കൂട്ടിൽ കണ്ട കാഴ്ച. കിളികളുടെ സന്തോഷത്തിന്റെ സ്വരം. അതിപ്പോഴും കാതിൽ അലയടിക്കുന്നു. തള്ളപ്പക്ഷിയുടെ സന്തോഷം. നിർവൃതി കേട്ടപ്പോൾ ഇമ്രാനും ദുഃഖിതനായി. ഹന്ന. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തേട്ടവും കേൾക്കുന്നവൻ അല്ലാഹുവാണ്. ഭർത്താവിന്റെ വാക്കുകൾ മനസ്സിൽ ശാന്തിയുടെ ഇളം തെന്നലായി വീശി. പാതിരാത്രിയായി മരുഭൂമി ശാന്തമായുറങ്ങി. ഹന്ന ഉണർന്നിരുന്നു. മനസ്സ് അസ്വസ്ഥമായി. റബ്ബേ, എന്റെ റബ്ബേ, ഈ അബലയുടെ തേട്ടം കേൾക്കേണമേ. ഹന്നയുടെ കവിളിലൂടെ കണ്ണുനീർ ചാലിച്ചൊഴുകി. എന്തൊരു കരളുരുകിയുള്ള പ്രാർത്ഥന! ഇമ്രാൻ കരുതിയിരുണ്ട രാത്രിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിനുവേണ്ടിയുള്ള പ്രാർത്ഥന. മക്കളില്ലാത്ത ദമ്പതികൾ ഒരു കുഞ്ഞിനെ കിട്ടാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ഹന്ന പ്രാർത്ഥിച്ചതുപോലെ, ഇമ്രാൻ പ്രാർത്ഥിച്ചതുപോലെ. മനുഷ്യവർഗം മറക്കാത്ത കരച്ചിലും തേട്ടവും. ആ തേട്ടം അല്ലാഹു സ്വീകരിച്ചു. വാർദ്ധക്യം ബാധിച്ച ദമ്പതികളുടെ കണ്ണീരിൽ കുതിർന്ന തേട്ടത്തിന് ഫലമുണ്ടായി. ഹന്ന ഗർഭിണിയായി. ഗോത്രത്തിലാകെ സന്തോഷം പടർന്നു. അല്ലാഹുവിന്റെ അപാരമായ കുദ്റത്ത്. അല്ലാഹു എന്തിനും കഴിവുള്ളവൻ. അല്ലാഹു വൃദ്ധയെ അനുഗ്രഹിച്ചു. വൃദ്ധനായ ഭർത്താവിന്റെ മനസ്സിൽ സന്തോഷം, സമാധാനം. ദുഃഖത്തോടൊപ്പം സന്തോഷം, സന്തോഷത്തോടൊപ്പം ദുഃഖം. ഒന്നിനു ശേഷം മറ്റൊന്ന്, ചിലപ്പോൾ രണ്ടും ഒപ്പത്തിനൊപ്പം. അതാണ് ഹന്നയുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഗർഭിണിയായി അത് സന്തോഷം. വാർദ്ധക്യം ബാധിച്ച ഭർത്താവിന്റെ നില ആശങ്കാജനകം. എന്തും സംഭവിക്കാം. പതിറ്റാണ്ടുകളായി ഇമ്രാൻ ഒരു കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തൊരു മോഹമായിരുന്നു! യൗവനത്തിന്റെ പ്രസരിപ്പുകാലത്തായിരുന്നു മോഹം. യൗവനം കൈവിട്ടുപോയപ്പോൾ കടുത്ത ദുഃഖമായിരുന്നു. എന്നാലും പ്രതീക്ഷ കൈവെടിഞ്ഞില്ല. അല്ലാഹുവിന്റെ കുദ്റത്തിൽ അടിയുറച്ച വിശ്വാസം. പ്രതീക്ഷയോടെ കാത്തിരുന്നു, പ്രാർത്ഥിച്ചു. ഒടുവിൽ ഭാര്യ ഗർഭിണിയായി. ഇമ്രാൻ സന്തോഷമായി. കാത്തിരുന്ന കുഞ്ഞ് പിറവിയെടുക്കുമ്പോൾ ഇമ്രാൻ ജീവിച്ചിരിക്കുമോ? പൊന്നോമന കുഞ്ഞിനെ ഒരു നോക്കു കാണാൻ ഇമ്രാന് കഴിയുമോ? ഹന്ന ദിവസങ്ങളെണ്ണുകയാണ്. പ്രസവത്തിന് ഇനി എത്ര ദിവസം വേണ്ടിവരും? പക്ഷേ ഫലമുണ്ടായില്ല. ഇമ്രാൻ രോഗം കൂടി. ചികിത്സകളൊന്നും ഫലിച്ചില്ല. ശ്വാസം നിലച്ചു. ശരീരം നിശ്ചലമായി. ഹന്നയുടെ നയനങ്ങൾ നിറഞ്ഞൊഴുകി. ഇനി പരലോകത്ത് വെച്ച് കണ്ടുമുട്ടാം. ആളുകൾ ധാരാളം വന്നുചേർന്നു. മയ്യിത്ത് കുളിപ്പിച്ചു. വസ്ത്രത്തിൽ പൊതിഞ്ഞു. മയ്യിത്ത് കട്ടിലിൽ കിടത്തി. ആളുകൾ അതും ചുമന്ന് വഴിയിലേക്കിറങ്ങി. വീർത്ത വയറുമായി ഹന്ന നോക്കി നിന്നു. ചുണ്ടുകൾ കടിച്ചുപിടിച്ചു. ദുഃഖം കടിച്ചമർത്തി. നയനങ്ങളെ നിയന്ത്രിക്കാനായില്ല. എന്തൊരു വിങ്ങിപ്പൊട്ടൽ! അങ്ങ് ലോകത്ത് കാത്തിരിക്കണേ, ഞാൻ കുഞ്ഞുമായി വരാം. മനസ്സ് വിളിച്ചു പറഞ്ഞു. ബൈത്തുൽ മുഖദ്ദസിൽ ഹന്ന പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിനെ. ഹന്ന കുഞ്ഞിന് മറിയമം എന്നു പേരിട്ടു. മകളുടെ മുഖം കാണുമ്പോൾ ഹന്ന എല്ലാ ദുഃഖവും മറന്നുപോകുന്നു. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുവേ, ഞാനും എന്റെ ഭർത്താവും ഒരു കുഞ്ഞിനുവേണ്ടി എത്രയോ കാലം ആശവെച്ചു നടന്നു. ഒടുവിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഒരു പെൺകുഞ്ഞിനെയാണ് നീ നൽകിയത്. എന്റെ ഭർത്താവ് മരിച്ചുപോയി. പടച്ച തമ്പുരാനെ, ഞാനെന്റെ നേർച്ചയെക്കുറിച്ചോർത്തു വേവലാതിപ്പെടുകയാണ്. പുത്രന്മാരെയാണ് പള്ളി പരിപാലനത്തിന് നിയോഗിക്കുക. എനിക്ക് കിട്ടിയത് പെൺകുട്ടിയാണ്. ഞാനെങ്ങനെ നേർച്ച വീട്ടും? എനിക്കൊരു മാർഗം അറിയിച്ചു തരണമേ. അല്ലാഹു തന്നെ കൈവെടിയുകയില്ലെന്ന ഉറച്ച വിശ്വാസമാണെനിക്കുള്ളത്. അവൻ തന്റെ നേർച്ച വിടാൻ മാർഗം കാണിച്ചുതരും. ഒരു ദിവസം ഹന്നക്ക് സ്വപ്നദർശനമുണ്ടായി. ഹന്ന, നിന്റെ കുഞ്ഞിനെ പള്ളി പരിപാലനത്തിനുവേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേൽപ്പിക്കുക. ഹന്ന ഞെട്ടിയുണർന്നു. വലിയ ആശ്വാസം. മറിയമിനെ പള്ളിയിലേൽപ്പിക്കാം. ഹന്ന കുഞ്ഞിനെയുമെടുത്ത് മസ്ജിദിലെത്തി. പള്ളി പരിപാലകന്മാർ കുഞ്ഞിനെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. പെൺകുഞ്ഞിനെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. അപ്പോൾ സകരിയ നബി വന്നു. ഹന്ന തന്റെ സ്വപ്നവിവരം വെളിപ്പെടുത്തി. അവർ മറിയമിനെ സൂക്ഷിച്ചു നോക്കി. ബർക്കത്തുള്ള കുട്ടിയാണ്. ഇതിനെ വളർത്തിയാൽ അനുഗ്രഹം ലഭിക്കും. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ എല്ലാവരും മുൻപോട്ടു വന്നു. തർക്കമായി. പള്ളി പരിപാലകന്മാരായ പണ്ഡിതന്മാരും സകരിയ നബി അവർകളും കൂടിയാലോചന നടത്തി. കുഞ്ഞിനെ ആര് സംരക്ഷിക്കും? ഒടുവിലവർ തന്നെ ഒരു തീരുമാനത്തിലെത്തി. തൗറാത്ത് എഴുതാനുപയോഗിച്ച പേനകൾ അവിടെയുണ്ട്. ഓരോരുത്തരും തങ്ങളുടെ പേന ജോർദാൻ നദിയിലിടുക. ആരുടെ പേന ഉയർന്നുവരുന്നുവോ അവൻ കുഞ്ഞിനെ വളർത്തും. എല്ലാവരും നദിക്കരയിൽ വന്നു. ഒരു ചരിത്ര സംഭവം നടക്കാൻ പോവുകയാണ്.
അതിന് സാക്ഷികളാവാൻ ധാരാളം പ്രമുഖന്മാരെത്തിയിട്ടുണ്ട്. എല്ലാ പേനകളും നദിയിലേക്കിട്ടു. പിന്നെ കാത്തിരിപ്പായി. ആരുടെ പേന പൊങ്ങിവരും? ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ. അതിശയം സംഭവിച്ചു. ഒരു പേന പൊങ്ങിവന്നു. സകരിയ്യാ നബിയുടെ പേന. കുഞ്ഞിനെ വളർത്താനുള്ള അവകാശം സകരിയ്യ നബിക്ക്. കുഞ്ഞിനെ ഏറ്റെടുത്തു. പകൽ പള്ളിയിൽ കഴിയാം, രാത്രി വീട്ടിൽ കൊണ്ടുപോവാം. അതാണ് തീരുമാനം. ബൈത്തുൽ മുഖദ്ദസിന്റെ മുൻവശത്തായി അല്പം ഉയരത്തിൽ ഒരു മുറി സജ്ജമാക്കി. മുറിയിലേക്ക് ഒരു കോണിയിലൂടെ കയറണം. ആ മുറിയിലാണ് മറിയമം എന്ന കുട്ടി വളരുന്നത്. സകരിയ്യ നബിയല്ലാതെ മറ്റാരും ആ മുറിയിലേക്ക് പ്രവേശിക്കാറില്ല. രാത്രി സകരിയ്യാ നബി കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ഭാര്യ ആകാംക്ഷയോടെ കാത്തിരിക്കും. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ഉണ്ടാക്കിവെക്കും. കുട്ടി വീട്ടിലെത്തിയാൽ മനസ്സ് നിറഞ്ഞ വാത്സല്യത്തോടെ സ്വീകരിക്കും. എടുത്തു താലോലിക്കും. സ്നേഹമുത്തം കൊടുക്കും. കൂടെ കിടത്തിയുറക്കും. ഇതുപോലൊരു കുഞ്ഞ് തനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നാശിക്കും. അതിനുവേണ്ടി ദുആ ചെയ്യും. രാവിലെ കുട്ടിയെ കുളിപ്പിക്കും. നല്ല ഉടുപ്പുകൾ ധരിപ്പിക്കും. സകരിയ്യ നബി കുട്ടിയെ പള്ളിയിൽ കൊണ്ടാക്കും. കുട്ടി വളർന്നുവരികയാണ്. നല്ല ബുദ്ധിമതിയാണ്. സകരിയ്യ നബി മതകാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. ഒരിക്കൽ കേട്ടാൽ മതി, നന്നായി പഠിക്കും, ഓർമ്മിക്കും. പരിചയമനുസരിച്ച് ആരാധന നടത്തും. അല്ലാഹുവിനെക്കുറിച്ച് മറിയം ബീവി അറിഞ്ഞു തുടങ്ങി. ആ അറിവ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആശമുറിയാതെ പ്രാർത്ഥന. ഒരു ദിവസം സകരിയ്യാ നബി മറിയമിന്റെ മുറിയിലേക്ക് കടന്നുചെന്നു. അവിടെ വിശേഷപ്പെട്ട ആഹാരം കണ്ടു. സാധാരണ കാണപ്പെടാത്ത ആഹാരം. സകരിയ്യ നബി അത്ഭുതപ്പെട്ടു. ഇത് പലതവണ കാണാനിടയായി. വർഷക്കാലത്ത് മുറിയിൽ ചെന്നപ്പോൾ വേനൽക്കാലത്തെ പഴങ്ങൾ കണ്ടു. വേനൽക്കാലത്ത് വർഷക്കാലത്തെ പഴങ്ങളും കണ്ടു. ഇതെന്തതിശയം! മറിയം, നിനക്കെവിടെ നിന്ന് കിട്ടി ഈ ആഹാരസാധനങ്ങൾ? സകരിയ്യ നബി ചോദിച്ചു. ഇവയെല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചതാണ്. അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ഭക്ഷണം നൽകും. മറിയമം മറുപടി നൽകി. ഈ മറുപടി സകരിയ്യാ നബിയെ ചിന്തിപ്പിച്ചു. അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും. വേനൽക്കാലത്ത് വർഷക്കാലത്തെ പഴം നൽകുന്നവൻ അല്ലാഹുവാണ്. വർഷക്കാലത്ത് വേനൽക്കാലത്തെ പഴം നൽകുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെയുള്ള അല്ലാഹുവിന് തനിക്കൊരു കുഞ്ഞിനെ നൽകാൻ പ്രയാസമുണ്ടാവില്ല. അവൻ ഉദ്ദേശിക്കണം. അതിനുവേണ്ടി ഇനിയും നന്നായി പ്രാർത്ഥിക്കുക തന്നെ. സൂറത്ത് ആലു ഇമ്രാൻ, ഇമ്രാന്റെയും ഹന്നയുടെയും കഥ നമുക്ക് പറഞ്ഞുതരുന്നു. ചില വചനങ്ങൾ ഇങ്ങനെയാണ്: നിശ്ചയമായും അല്ലാഹു ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇവരിൽ ചിലർ ചിലരുടെ സന്താനങ്ങളാകുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഇനി ഹന്നയുടെ നേർച്ചയെക്കുറിച്ച് പറയുന്ന വചനം ഇങ്ങനെയാണ്. ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ വയറ്റിലുള്ള ശിശുവിനെ സ്വതന്ത്രമാക്കപ്പെട്ട നിലയിൽ ഞാൻ നിനക്ക് നേർച്ച നേർന്നിരിക്കുന്നു. നീ എന്നിൽ നിന്നത് സ്വീകരിക്കണമേ. നിശ്ചയമായും നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. ഹന്ന പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ആൺകുട്ടികളെയാണ് പള്ളി ശുശ്രൂഷയ്ക്ക് നൽകലുള്ളത്. ആൺകുട്ടിയെ പ്രസവിക്കുമെന്ന പ്രതീക്ഷ തെറ്റിപ്പോയി. ആ വെപ്രാളം തുടിച്ചു നിൽക്കുന്ന വചനം. അങ്ങനെ കുട്ടിയെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ചതൊരു പെൺകുഞ്ഞിനെയാണ്. അവൾ പ്രസവിച്ചതെന്താണെന്ന് അല്ലാഹു നന്നായി അറിയുന്നവനാകുന്നു. ആൺകുട്ടി പെൺകുട്ടിയെപ്പോലെയല്ല. ഞാനവൾക്ക് മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. അവളെയും അവളുടെ സന്തതികളെയും ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് രക്ഷിക്കാനായി നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഹന്നയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. സ്വന്തം പുത്രിക്കും അവളുടെ സന്താന പരമ്പരയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന പ്രാർത്ഥന. പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള കാവലിനു വേണ്ടി നടത്തപ്പെട്ട ഈ പ്രാർത്ഥന നമുക്ക് മാതൃകയാണ്. അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. കുഞ്ഞിനെയും സ്വീകരിച്ചു. സകരിയ്യ നബിയെ കുട്ടിയുടെ സംരക്ഷകനാക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ മറിയമിന്റെ റബ്ബ് അവളെ നല്ല നിലയിൽ സ്വീകരിക്കുകയും ഉത്കൃഷ്ടമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. അവളുടെ പരിപാലനത്തിന് സകരിയ്യായെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ഹന്നയുടെ നേർച്ചയെ അല്ലാഹു സ്വീകരിച്ചു. മറിയമിന്റെ പിതാവ് ഇമ്രാൻ ബൈത്തുൽ മുഖദ്ദസിലെ മുഖ്യശുശ്രൂഷകനായിരുന്നു. അദ്ദേഹം മറിയമം ജനിക്കുന്നതിനു മുമ്പുതന്നെ മരണപ്പെട്ടു. മറിയമിനെക്കൊണ്ട് വരുമ്പോൾ അവിടെ 29 ശുശ്രൂഷകന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഇമ്രാന്റെ മരണത്തിൽ ദുഃഖിതരായിരുന്നു. അവരെല്ലാവരും കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സന്നദ്ധരായിരുന്നെങ്കിലും ആ ചുമതല അല്ലാഹു ഏൽപ്പിച്ചത് സകരിയ്യ നബിയെയായിരുന്നു. ഹന്നയെ വളരെയേറെ സന്തോഷിപ്പിച്ച സമുദിയായിരുന്നു അത്. മറിയമിന് ആവശ്യമായ ശിക്ഷണം നൽകിയിരുന്നത് സകരിയ്യ നബി തന്നെയായിരുന്നു. ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിച്ചുകൊടുത്തിരുന്നതും അദ്ദേഹം തന്നെ. ശൈത്യകാലത്തെ പഴവർഗ്ഗങ്ങൾ ഉഷ്ണകാലത്തും ഉഷ്ണകാലത്തെ പഴവർഗ്ഗങ്ങൾ ശൈത്യകാലത്തും കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യവും മറിയമം നൽകിയ മറുപടിയും തലമുറകൾ കൈമാറി വരുന്ന വിജ്ഞാനമാണ്. ഇതെല്ലാം അല്ലാഹു തരുന്നതാണ് എന്ന മറുപടി കേട്ട് അദ്ദേഹം ആവേശഭരിതാവുകയും തനിക്കും ഇതുപോലൊരു കുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വല്ലാതെ ആശിക്കുകയും ചെയ്തു.
സകരിയ നബിക്ക് 120 വയസ്സ് പ്രായമുണ്ട്. ഭാര്യയ്ക്ക് 98 വയസ്സും. ഈ പ്രായമെത്തും വരെ മക്കൾ ജനിച്ചിട്ടില്ല. ഇനി ജനിക്കുമോ? പ്രായം അനുയോജ്യമല്ല. മറിയമം ബീവിക്ക് അസാധാരണ മാർഗത്തിലൂടെ ഭക്ഷണം നൽകിയ അല്ലാഹുവിന് തങ്ങൾക്കൊരു കുട്ടിയെ നൽകാൻ ഒരു പ്രയാസവുമില്ല. സകരിയ നബിയുടെ അവസ്ഥയെക്കുറിച്ച് സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നതിങ്ങനെയാണ്. മുഹമ്മദ് നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, താങ്കളുടെ റബ്ബ് അവന്റെ അടിയാൻ സകരിയയ്ക്ക് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണിത്. അദ്ദേഹം തന്റെ റബ്ബിനോട് രഹസ്യമായി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എന്റെ റബ്ബേ, എന്റെ എല്ലുകൾ ബലഹീനമായിരിക്കുന്നു, ശിരസ് നര വന്ന് കത്തിത്തിളങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്റെ രക്ഷിതാവേ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ നിർഭാഗ്യവാനായിട്ടില്ല. എന്റെ പിന്നാലെയുള്ള ബന്ധുക്കളെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. എന്റെ ഭാര്യ വന്ധ്യയാണ്. നിന്റെ പക്കൽ നിന്ന് എനിക്കൊരു പിന്തുടർച്ചാവകാശിയെ നീ ദാനം തരേണമേ. സകരിയ വൃദ്ധനാണ്. ഇനിയൊരു കുട്ടിയുണ്ടാകാൻ സാധ്യതയില്ലെന്ന് ജനങ്ങൾ കരുതുമാർ അത്രയും പ്രായം ചെന്നിരിക്കുന്നു. ഭാര്യ പ്രസവിക്കാത്ത വന്ധ്യയാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. വൃദ്ധനും വന്ധ്യയും പിന്നെങ്ങനെ കുട്ടിയുണ്ടാകും? അല്ലാഹു സർവശക്തനാണ്. അവന് ഒരു കുട്ടിയെ നൽകാൻ പ്രയാസമില്ല. ഇതാണ് സകരിയ നബിയുടെ വിശ്വാസം. വെറും വിശ്വാസമല്ല, ദൃഢവിശ്വാസം. ഒരു മുഅ്മിനായ മനുഷ്യന് ഈ ദൃഢവിശ്വാസം വേണം. അതുണ്ടാകാനാണ് സകരിയ നബിയുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞുതരുന്നത്. സത്യവിശ്വാസി അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ ആശമുറിയാൻ പാടില്ല. ആശ വയ്ക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സകരിയ നബി എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു? ഒരു കുട്ടിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന. കാലമേറെ കടന്നുപോയി. എന്നിട്ടും അദ്ദേഹം മുറിഞ്ഞില്ല. പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. വാർദ്ധക്യം ബാധിച്ചപ്പോഴാണ് അനുഗ്രഹം വന്നത്. സത്യവിശ്വാസികൾ ഇതിൽ നിന്ന് പാഠം പഠിക്കണം. സകരിയ നബിയുടെ പ്രാർത്ഥനയുടെ കഥ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ അല്ലാഹു മുഹമ്മദ് നബി തങ്ങളോട് കൽപ്പിക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരു ഘട്ടത്തിലും ആശ മുറിയരുത് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുവാനായിരുന്നു അത്. പാതിരാത്രിയിൽ വളരെ പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതെങ്ങനെയായിരുന്നു? യാ റബ്ബി, യാ റബ്ബി, യാ റബ്ബി, എന്റെ റബ്ബേ, എന്റെ റബ്ബേ, എന്റെ റബ്ബേ. ഓരോ തവണ വിളിക്കുമ്പോഴും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് മറുപടിയുണ്ടായി. ലബ്ബൈക ലബ്ബൈക ലബ്ബൈക. പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. ദാവൂദ് നബി ഇരുമ്പ് പണി ചെയ്തിരുന്നു. ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കി വിറ്റ് അതുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഇരുമ്പ് ഉരുകാനും പല സാധനങ്ങളുണ്ടാക്കാനുമുള്ള പ്രാവീണ്യം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. സകരിയ നബി ആശാരിപ്പണിയിൽ പ്രാവീണ്യം നേടി. മരം കൊണ്ട് വിവിധതരം സാധനങ്ങളുണ്ടാക്കി വിൽപ്പന നടത്തി. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിച്ചു. കൈകൊണ്ട് അധ്വാനിക്കുക, അധ്വാനത്തിന്റെ ഫലം കൊണ്ട് ജീവിക്കുക. സകരിയ നബി പിൽക്കാല തലമുറകൾക്ക് നൽകുന്ന പാഠമാണിത്. രാത്രി ശാന്തമായ ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. പാതിരാത്രിക്ക് ശേഷം ഉണർന്നെഴുന്നേൽക്കുക, നിസ്കരിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ കാര്യം മറ്റുള്ളവർ അറിയുന്നില്ല. അവർ ഉറക്കിലാണ്. അല്ലാഹു ആ ദുആ ഇഷ്ടപ്പെട്ടു. ദുആയിലെ വചനങ്ങൾ മാത്രമല്ല, ആ സമയം കൂടി അല്ലാഹു എടുത്തു പറഞ്ഞു. പ്രാർത്ഥനയുടെ സ്വരം പ്രധാനപ്പെട്ടതാണ്. സകരിയ നബി ഉച്ചത്തിലല്ല പ്രാർത്ഥിച്ചത്. ശബ്ദം കേൾക്കാതെ പ്രാർത്ഥിച്ചു. ശബ്ദമില്ലാതെ ദിക്റ് ചൊല്ലാം. എല്ലാം അല്ലാഹു വ്യക്തമായി അറിയും. വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. സന്തോഷവാർത്ത സാധാരണ ദമ്പതികൾക്കുണ്ടാകുന്നതുപോലെയുള്ള ഒരാഗ്രഹമല്ല സകരിയ നബിക്കുണ്ടായിരുന്നത്. തന്റെ ശേഷം തന്റെ ദൗത്യം ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തനായൊരു പിൻഗാമിയുണ്ടാവണം. തന്റെ മുൻഗാമികൾ തൗഹീദിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു. താനും അതുതന്നെ നിർവഹിച്ചു വരുന്നു. ഇനിയാര്? തന്റെ ബന്ധുക്കൾ തനിക്ക് ശേഷം സത്യമതത്തെ അലങ്കോലപ്പെടുത്തുമെന്ന് അദ്ദേഹം ഭയന്നു. എന്റെ പിന്നിലുള്ള പിന്തുടർച്ചക്കാരെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. എന്റെ ഭാര്യ വന്ധ്യയായിരിക്കുന്നു. എങ്കിലും എനിക്കൊരു മകനെ ദാനമായി തരേണമേയെന്ന് അദ്ദേഹം തന്റെ കേണപേക്ഷിക്കുന്നു. അതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നു, എനിക്കും യഅ്കൂബ് കുടുംബത്തിനും പിന്തുടർച്ചാവകാശിയായിത്തീരുന്ന മകനെ തരേണമേ. എന്റെ റബ്ബേ, നീ അവനെ എല്ലാവരുടെയും തൃപ്തിക്ക് പാത്രമാക്കുകയും ചെയ്യണമേ. അവകാശിയായി ഏറ്റെടുക്കുന്ന ഒരു കുട്ടിയെയാണ് വേണ്ടത്. മറിയമിന് അസാധാരണ മാർഗത്തിൽ ഭക്ഷണം ലഭിക്കുകയും ഇത് അല്ലാഹു നൽകിയതാണെന്ന് പറയുകയും ചെയ്തപ്പോൾ സകരിയ നബി ചെയ്ത പ്രാർത്ഥന സൂറത്ത് ആലു ഇമ്രാനിൽ ഇങ്ങനെ കാണാം. അവിടെ വെച്ച് സകരിയ തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, നിന്റെ പക്കൽ നിന്ന് ഉത്കൃഷ്ടനായ ഒരു കുട്ടിയെ എനിക്ക് നീ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന സ്വീകരിക്കുന്നവനാകുന്നു. സൂറത്ത് അംബിയാ ആ പ്രാർത്ഥന ഇങ്ങനെ വിവരിക്കുന്നു. സകരിയായെയും ഓർക്കുക, അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. എന്റെ റബ്ബേ, നീ എന്നെ പിന്തുടർച്ചക്കാരില്ലാതെ ഒറ്റയായി വിട്ടുകളയരുതേ. നീ അനന്തരമെടുക്കുന്നവരിൽ ഉത്തമനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി. യഹ്യായെ അദ്ദേഹത്തിന് നാം പ്രദാനം ചെയ്യുകയും തന്റെ ഭാര്യയെ തനിക്ക് നന്നാക്കി പ്രസവിക്കാനാക്കി കൊടുക്കുകയും ചെയ്തു. നിശ്ചയമായും അവർ സൽക്കാര്യങ്ങളിൽ ധൃതി കാണിക്കുകയും ആശിച്ചു പേടിച്ചുകൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നിരുന്നു.
അവർ നമ്മോട് ഭക്തി കാണിക്കുന്നവരുമായിരുന്നു. സകരിയ നബിയുടെ പ്രാർത്ഥനയുടെ ശരിയായ കാരണം നാം മനസ്സിലാക്കി. തന്റെ പൂർവികർക്ക് തൗഹീദിന്റെ പ്രകാശം പരത്താൻ യോഗ്യരായ അനന്തരാവകാശികളുണ്ടായിരുന്നു. തനിക്കും അതുപോലെ ഒരു അനന്തരാവകാശി വേണം. മുമ്പേ പോയവരും പിന്നാലെ വന്നവരുമായ ഒരു കൂട്ടം പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ചില വചനങ്ങൾ കാണാം. ഇബ്രാഹിം നബിക്ക് അനന്തരാവകാശികളായി പുത്രൻ ഇസ്ഹാഖ് നബിയെയും പൗത്രൻ യാക്കൂബ് നബിയെയും നൽകിയ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് തുടക്കം. കൂട്ടത്തിൽ നേരത്തെ വന്ന നൂഹ് നബിയെയും അനുസ്മരിക്കുന്നു. പ്രളയത്തിനു ശേഷമുള്ളവരെല്ലാം നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണല്ലോ. തനിക്കൊരു പുത്രൻ വേണമെന്നും ആ പുത്രൻ മഹാന്മാരായ പ്രവാചകന്മാരുടെ നിരയിൽ വരണമെന്നും സകരിയ നബി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ സകരിയ നബി മിഹ്റാബിൽ പ്രവേശിച്ചു. നിസ്കാരം തുടങ്ങി. ആരാധനാമന്ദിരം എന്നാണ് ഇവിടെ മിഹ്റാബിന്റെ ഉദ്ദേശ്യം. അപ്പോൾ മലക്കുകൾ വന്നു. അവർ സന്തോഷവാർത്തയുമായിട്ടാണ് വന്നത്. അല്ലാഹു താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. താങ്കൾക്കൊരു പുത്രൻ ജനിക്കും. പുത്രന്റെ പേര് യഹ്യാ. മുമ്പൊരാൾക്കും അങ്ങനെ പേര് വയ്ക്കപ്പെട്ടിട്ടില്ല. നേതാവായിരിക്കും. സർവ്വപാപങ്ങളും തടയപ്പെട്ടവനായിരിക്കും. തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവൻ. ഈസനബി വരുമ്പോൾ ഒന്നാമതായി വിശ്വസിക്കുന്നത് യഹ്യാ ആയിരിക്കും. സൂറത്ത് ആലു ഇമ്രാനിൽ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുന്നു. അങ്ങനെ മിഹ്റാബിൽ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിശ്ചയമായും യഹ്യാ എന്ന കുട്ടിയെക്കുറിച്ചും അല്ലാഹു താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. ആ കുട്ടി അല്ലാഹുവിൽ നിന്നുള്ള വചനത്തിൽ വിശ്വസിക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണ ശക്തി തികഞ്ഞവനും സജ്ജനങ്ങളിൽപ്പെട്ട പ്രവാചകനുമായിരിക്കും. അല്ലാഹുവിൽ നിന്നുള്ള വചനം എന്നു പറഞ്ഞത് ഈസാ നബിനെക്കുറിച്ചാകുന്നു. യഹ്യാ നബി ഈസാ നബിയിൽ വിശ്വസിക്കും. ഒന്നാമനായി തന്നെ. യഹ്യാ നബി പ്രസവിക്കപ്പെട്ട് 6 മാസം കഴിഞ്ഞാണ് ഈസാ നബി ഭൂജാതനായത്. സൂറത്ത് മറിയമിൽ ഇങ്ങനെ കാണാം, ഓ സഖരിയ, നിശ്ചയമായും താങ്കൾക്ക് ഒരാൺകുട്ടിയെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹ്യാ എന്നാകുന്നു. അവന്റെ പേരുള്ള ഒരാളെയും മുമ്പ് നാം ഉണ്ടാക്കിയിട്ടില്ല. വാർദ്ധക്യകാലത്ത് കുട്ടിയുണ്ടാകുമെന്നറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമായി. ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ വന്ധ്യയുമാണ്, എനിക്കും നീ കുട്ടിയെ തരികയാണോ? സകരിയ നബി അതിശയത്തോടെ ചോദിക്കുന്നത് സൂറത്ത് മറിയമിൽ കാണാം. അപ്പോൾ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ സകരിയ നബി അല്ലാഹുവിനോട് അപേക്ഷിച്ചു. ദൃഷ്ടാന്തം കാണിക്കുകയും ചെയ്തു. എന്താണ് ദൃഷ്ടാന്തം? 3 ദിവസം സംസാരിക്കാൻ കഴിയില്ല. ആശയവിനിമയമൊക്കെ ആംഗ്യരൂപത്തിലായിരിക്കും. രാവിലെയും വൈകുന്നേരവും അനുയായികളോട് നിസ്കരിച്ചുകൊള്ളാൻ ആംഗ്യത്തിലൂടെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, നീ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണമേ. അല്ലാഹു പറഞ്ഞു, താങ്കൾ 3 ദിവസം ആംഗ്യരൂപത്തിലല്ലാതെ ജനങ്ങളോട് സംസാരിക്കാതിരിക്കലാണ് താങ്കൾക്കുള്ള ദൃഷ്ടാന്തം. താങ്കളുടെ രക്ഷിതാവിനെ കൂടുതലായി സ്മരിക്കുകയും രാവിലെയും വൈകുന്നേരവും അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുക. എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകുമെന്ന സകരിയ നബിയുടെ ചോദ്യത്തിന് അല്ലാഹു നൽകുന്ന മറുപടി സൂറത്ത് മറിയമിൽ ഇങ്ങനെയാകുന്നു. അല്ലാഹു പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാണ്. താങ്കളുടെ റബ്ബ് പറയുന്നു, അത് എനിക്കൊരു നിസ്സാര കാര്യമാണ്. മുമ്പ് താങ്കളെ നാം സൃഷ്ടിച്ചു. താങ്കളൊരു വസ്തു ആയിരുന്നില്ലല്ലോ. ഇല്ലായ്മയിൽ നിന്ന് അല്ലാഹു വസ്തുക്കളെ സൃഷ്ടിക്കുന്നു. അവന് അതൊട്ടും പ്രയാസമുള്ള കാര്യമല്ല. ഒരു കുട്ടിയെ നൽകുന്നത് അല്ലാഹുവിന് നിസ്സാര കാര്യമാണ്. ആരാധനാ മന്ദിരത്തിൽ നിന്ന് സകരിയ നബി പുറത്തുവന്നു. ജനങ്ങൾ അദ്ദേഹത്തെ കാത്തുനിൽക്കുകയായിരുന്നു. പതിവ് പോലെ അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമെന്ന് ജനങ്ങൾ കരുതി. പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ നിന്ന് പുറപ്പെട്ടു തന്റെ ജനതയുടെ അടുക്കൽ ചെന്നു. രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ റബ്ബിന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുക എന്ന് അവരുടെ നേരെ ആംഗ്യം കാണിച്ചു. സൂചന നൽകി. ഇവിടെ മിഹ്റാബ് എന്നത് നമ്മുടെ മസ്ജിദുകളിൽ കാണുന്നത് പോലുള്ള മിഹ്റാബല്ല. ഇസ്രായേല്യരുടെ മിഹ്റാബ് അവരുടെ ആരാധനാ മന്ദിരങ്ങളായിരുന്നു. 3 ദിവസം സകരിയ നബി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ പോയില്ല. അദ്ദേഹം പ്രത്യേകമായ ആരാധനകളിൽ മുഴുകി. മനസ്സിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം. ഭാര്യ ഗർഭിണിയായി. ഹന്നയെപ്പോലെ ഇശാവും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു. സഹോദരിമാർ 2 പേരും അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടി. പിന്നീടുള്ള നാളുകൾ വല്ലാത്ത നിർവൃതിയുടേതായിരുന്നു. ഗോത്രത്തിലെ കുലീന വനിതകളൊക്കെ ഇടയ്ക്കിടെ കാണാൻ വരും. ആഹ്ലാദവും തുളുമ്പുന്ന സ്വരത്തിൽ സംസാരിക്കും. ഇശായിനെ അഭിനന്ദിക്കും. കേൾക്കുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നും. ഹന്നക്ക് വലിയ സന്തോഷം. തന്റെ സഹോദരിക്ക് കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ ഫലമാണത്. കരഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. തന്റെ കഥ, തന്റെ സഹോദരിയുടെയും കഥ. ഇരുവർക്കും സ്ത്രീ സമൂഹത്തോട് പറയാനുള്ളത് അവരുടെ പ്രാർത്ഥനയുടെ ഫലസിദ്ധിയെക്കുറിച്ചാണ്. മറിയമം ബീവി ഗർഭിണിയായി സകരിയ നബിയുടെ ഭാര്യ ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കുടുംബത്തിൽ ആഹ്ലാദം പരന്നു. സ്ത്രീകൾ കൂട്ടമായി വന്നു. കുഞ്ഞിനെ കണ്ട് സംതൃപ്തരായി. യഹ്യാ അത്ഭുത ശിശുവായിരുന്നു. കാണാൻ നല്ല അഴക്. ശൈശവകാലത്ത് തന്നെ അല്ലാഹു കുട്ടിക്ക് വിജ്ഞാനം നൽകി.
ഇതല്ലേ വലിയ അതിശയം. മാതാപിതാക്കൾ കരുതിയതിനേക്കാൾ ഉന്നതമായിരുന്നു കുട്ടിയുടെ അവസ്ഥ. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന വേദഗ്രന്ഥം തൗറാത്തായിരുന്നു. അതിലെ വിജ്ഞാനം കുട്ടിക്ക് ലഭിച്ചു. അന്ന് കുട്ടിയുടെ പ്രായമെന്തായിരുന്നു? 2 വയസ്സ്. 2-ാം വയസ്സിൽ തന്നെ വേദഗ്രന്ഥമനുസരിച്ച് ജീവിക്കാനുള്ള കൽപ്പന കിട്ടുക. ഇത് ആശ്ചര്യജനകമല്ലേ? പ്രവാചകത്വം ലഭിച്ചത് 3-ാം വയസ്സിലാണെന്നും 7-ാം വയസ്സിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. യഹ്യാ നബി കുട്ടിക്കാലത്ത് തന്നെ നബിയായി. ഈസാ നബിയായതും കുട്ടിക്കാലത്ത് തന്നെ. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യഹ്യാ നബിയും ഈസാ നബിയും ഒഴികെയുള്ള പ്രവാചകന്മാർക്കെല്ലാം പ്രവാചകത്വം ലഭിച്ചത് 40 വയസ്സായപ്പോഴാണെന്നാകുന്നു. തൗറാത്ത് മുറുകെ പിടിക്കാൻ അല്ലാഹു യഹ്യാ നബിയോട് കൽപ്പിച്ചു. അതിലെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. അപാകതകൾ സംഭവിക്കരുത്. വിശുദ്ധ ഖുർആൻ അരുളുന്നത് നോക്കാം. ഓ യഹ്യാ, വേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചുകൊള്ളുക എന്ന് അല്ലാഹു പറഞ്ഞു. ശൈശവദശയിൽ തന്നെ നാം അദ്ദേഹത്തിന് വേദവിജ്ഞാനം നൽകി. നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും പരിശുദ്ധിയും നൽകി. അവനൊരു ഭക്തനുമായിരുന്നു. തന്റെ മാതാപിതാക്കളോട് ഔദാര്യം കാണിക്കുന്നവനും ആയിരുന്നു. അനുസരണയില്ലാത്ത ക്രൂരനായിരുന്നില്ല. യഹ്യാ നബിയുടെ ശ്രേഷ്ഠതകളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. യഹ്യാ നബി സ്വന്തം പിതാവിൽ നിന്ന് വളരെയേറെ കാര്യങ്ങൾ കേട്ടുപഠിച്ചു. മറ്റ് പലരിൽ നിന്നും മഹത്തായ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. എപ്പോഴും മനസ്സ് നിറയെ അല്ലാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളാണ്. ലൗകിക ചിന്തകളൊന്നുമില്ല. തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. മാതാപിതാക്കളോട് കരുണ കാണിക്കുന്ന കുട്ടിയാണ്. എല്ലാ സൽഗുണങ്ങളും ഒത്തിണങ്ങിയ ജീവിതം. പിതാവും പുത്രനും പ്രവാചകന്മാർ. അവർ ഒരേ കാലത്തു തന്നെ മതപ്രബോധനം നടത്തുന്നു. വളരെ പേർ അവരുടെ വാക്കുകൾ സ്വീകരിച്ചു. ദുരാചാരങ്ങൾ അവസാനിപ്പിച്ചു. സജ്ജനങ്ങളായി. എതിർത്തു നിന്നവരും നിരവധിയായിരുന്നു. അവർ ധിക്കാരികളും ദുർമാർഗികളുമായിരുന്നു. അവർ സകരിയ നബിയെ വെറുത്തു. യഹ്യാ നബിയെ വെറുത്തു. അവരുടെ മനസ്സിലെ പക വളർന്നു. ശത്രുക്കളുടെ മനസ്സിൽ പക വളർന്നപ്പോൾ പിശാചിന് സന്തോഷമായി. ശപിക്കപ്പെട്ട പിശാച് മനുഷ്യമനസ്സിലെ ശത്രുത ആളിക്കെത്തിച്ചു. പിതാവിനെയും പുത്രനെയും വധിക്കുക. അവരുടെ ചിന്ത അത്രത്തോളം വളർന്നു. മറിയമം യഹ്യായെ എടുത്തോ മനിച്ചു. നല്ല ഉപദേശങ്ങൾ നൽകി. അവർക്കിടയിൽ ശക്തമായ സ്നേഹബന്ധം വളർന്നുവന്നു. സകരിയ നബിയും യഹ്യാ നബിയും മധ്യത്തിലേക്ക് മറ്റൊരു കുട്ടി കൂടി വരാൻ കാലമായി. ഈസാ നബി ആ കുട്ടിയുടെ ജനനം വളരെ അത്ഭുതമായിരുന്നു. സർവശക്തനായ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നബിതങ്ങളോട് സംസാരിക്കുന്നു. വേദഗ്രന്ഥത്തിൽ മറിയമിനെക്കുറിച്ചും പ്രസ്താവിക്കുക. അവൾ തന്റെ സ്വന്തക്കാരിൽ നിന്ന് വിട്ടുമാറി കിഴക്കുഭാഗത്തുള്ള ഒരു സ്ഥലത്ത് താമസിച്ചപ്പോൾ, എന്നിട്ട് അവരിൽ നിന്ന് മറയത്തക്ക ഒരു മറ അവളുണ്ടാക്കി. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ മലക്കിനെ നാം അയച്ചു. അങ്ങനെ മലക്ക് അവളുടെ മുമ്പിൽ ഒരു തികഞ്ഞ മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. മറിയമം ബീവി ബന്ധുക്കളിൽ നിന്ന് മാറി അല്പം അകലെ ഒരു സ്ഥലത്ത് പോയതായിരുന്നു. പോയത് കുളിക്കാൻ വേണ്ടിയായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. തലയിൽ നിന്ന് പേനെടുക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. പെട്ടെന്ന് മുമ്പിൽ ഒരു പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടുപോയ മറിയമം ബീവിക്ക് പേടി തോന്നി. ആ പുരുഷനോട് മാറിപ്പോവാൻ ആവശ്യപ്പെട്ടു. അത് ജിബ്രീൽ മലക്കായിരുന്നു. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വന്നതാണ്. മറിയമം ബീവി ഒരാൺകുഞ്ഞിനെ ഗർഭം ധരിക്കും. അതറിയിക്കാനാണ് വന്നത്. മറിയമം ബീവി ആശ്ചര്യപ്പെട്ടുപോയി. താൻ വിവാഹിതയല്ല. തനിക്ക് ഭർത്താവില്ല. പരിശുദ്ധയായ വനിതയാണ്. അന്യപുരുഷൻ സ്പർശിച്ചിട്ടില്ല. പിന്നെങ്ങനെ തനിക്ക് കുട്ടി ജനിക്കും? ജിബ്രീൽ മലക്ക് മറുപടി നൽകി, അങ്ങനെ തന്നെ സംഭവിക്കും. അത് വിധിക്കപ്പെട്ട കാര്യമാണ്. അവർ തമ്മിൽ നേരത്തെ സംഭാഷണം നടന്നു. ജിബ്രീൽ മലക്ക് അവരുടെ കുപ്പായമാറിലൂതി. അത് കാരണം അവർ ഗർഭിണിയായി. സൂറത്ത് മറിയമിൽ അവർ തമ്മിൽ നടന്ന സംഭാഷണം ഇങ്ങനെ കാണാം. അവൾ പറഞ്ഞു, നിശ്ചയമായും നിന്നിൽ നിന്ന് കരുണാനിധിയായ അല്ലാഹുവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. നീ ഒരു ഭക്തിയുള്ളവനാണെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പോകുക. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ റബ്ബിന്റെ ഒരു ദൂതൻ മാത്രമാകുന്നു. പരിശുദ്ധനായ ഒരാൺകുട്ടിയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യേണ്ടതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർ ചോദിച്ചു, എങ്ങനെയാണ് എനിക്കൊരു ആൺകുട്ടി ജനിക്കുന്നത്? എന്നെയാണെങ്കിൽ വിവാഹം മൂലം ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല. ഞാൻ ഒരു വ്യഭിചാരിണിയായിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ റബ്ബ് പറയുന്നു, അതെനിക്കൊരു നിസ്സാര കാര്യമാണ്. അവനെ മനുഷ്യർക്ക് ഒരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു കാരുണ്യവും ആക്കുവാനും വേണ്ടിയുമാകുന്നു. ഇത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമായിരിക്കുന്നു. അങ്ങനെ അവർ ആ കുട്ടിയെ ഗർഭം ധരിച്ചു. എന്നിട്ടതുമായി ദൂരെയുള്ള സ്ഥലത്ത് മാറി താമസിച്ചു. സകരിയ നബി ശ്രദ്ധാപൂർവം വളർത്തി വലുതാക്കിയ പെൺകുട്ടിയാണ് മറിയമം ബീവി. അവർ ഗർഭിണിയായിരിക്കുന്നു. എന്തായിരിക്കും പിന്നത്തെ അവസ്ഥ? മറിയമിന്റെ സഹോദരിയും ഗർഭിണിയാണ്. മറിയമം ഗർഭിണിയാവുന്നതിന്റെ 6 മാസം മുമ്പേ അവർ ഗർഭിണിയായി.
ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങളുടെ ചലനങ്ങൾ അവരെ ആഹ്ലാദഭരിതരാക്കി. സകരിയ നബിയുടെ വീട്ടിലേക്ക് യഹൂദികൾ വന്നു. മറിയമിനെപ്പറ്റി മോശമായി സംസാരിച്ചു. അവിടെ അസ്വസ്ഥത വളർന്നുവന്നു. ഹന്നയുടെ വീട്ടിലും ആളുകളെത്തി ശബ്ദമുയർത്തി സംസാരിച്ചു. സകരിയ നബി വിഷമത്തിലായി. ആളുകളോടെന്ത് പറയും? അവർ വിമർശനം ശക്തിപ്പെടുത്തുകയാണ്. മറിയമം ബീവി പരിശുദ്ധയാണെന്ന് സകരിയ നബിക്ക് നന്നായറിയാം. വീട്ടുകാർക്കുമറിയാം. എന്നാൽ ബന്ധുക്കളിൽ പലരും അങ്ങനെയല്ല. അവർ കുറ്റം പറയാൻ ഒരവസരം നോക്കി നടക്കുകയായിരുന്നു. അവർക്കിപ്പോൾ നല്ല അവസരമായി. നാട്ടിലാകെ വാർത്ത പരന്നു. ബൈത്തുൽ മുഖദ്ദസിലും പള്ളിയുടെ പരിസരങ്ങളിലുമെല്ലാം അതുതന്നെ സംസാരം. സകരിയ നബി നടന്നുപോകുന്നു. ശത്രുക്കൾ പരിഹസിച്ചു ചിരിക്കുന്നു. ഈ പ്രവാചകന്മാരുടെ കൂടെ നമ്മളെല്ലാവരെയും നാളെ ജന്നാത്തുന്നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.